വയസ്സ് നമുക്കൊരു ഫ്രണ്ടിനെ കിട്ടിയിട്ട് പരിചയപ്പെടാം. ചേട്ടൻ്റെ പേരെന്താണ്? ഋത്തിക്. ചേട്ടൻ്റെ ചോദ്യം എന്താ ചോദിക്കണമെങ്കിൽ, ഡു യു വാച്ച് ഫോൺ വീഡിയോസ്? It was at this moment that he knew he fucked up. കാണാറില്ലല്ലോ, കാണുമല്ലോ. കാണും. മാറ്റി പറയാൻ പറ്റും, എനിക്കിങ്ങനെ അറിയുള്ളൂ. ഇപ്പൊ കുറവാ. ഇടയ്ക്ക് കാണാം. എടാ വല്ലപ്പോഴെങ്കിലും ഒരു സത്യം പറ, കേൾക്കാനുള്ള കൊതിയുണ്ടാ. ഡു യു വാച്ച്? കാണുന്നുണ്ട്. Fear is a tool. They think I'm hiding in the shadows, but I am the shadows. ചേട്ടൻ്റെ പേരെന്താണ്? ജിത്. അപ്പോൾ ചേട്ടാ എൻ്റെ ചോദ്യം എന്താണെന്ന് ചോദിക്കണമെങ്കിൽ, ഡു യു വാച്ച് ഫോൺ വീഡിയോസ്? ഫോൺ വീഡിയോസ് കാണാം. Yeah, I'm Batman. Meanwhile, ചേട്ടാ എന്താ കാണുന്നില്ല എന്ന് വിചാരിക്കാനുള്ള കാരണം എന്താ? തീരുമാനം എടുക്കാനുള്ള കാരണം എന്താ? കാണുന്നില്ല. ഇപ്പോഴാണ് കാണാതെ. ഇപ്പോഴാണ് കാണാതെ. ഒരു കുഴപ്പമില്ല, സന്തോഷമുള്ളൂ മക്കളെ, സന്തോഷായി. അപ്പൊ ചേട്ടാ ഈ ഫോൺ വീഡിയോസ് കാണുന്നതുകൊണ്ട് ചേട്ടന്റെ ലൈഫിൽ എന്തെങ്കിലും പ്രോബ്ലംസ് അനുഭവിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും റിസ്ക് അനുഭവിക്കുന്നുണ്ടോ ചേട്ടൻ? കോൺസെൻട്രേഷൻ പോവും, പിന്നെ കോൺഫിഡൻസ് വിചാരിക്കുകയാണോ അതോ ശരിക്കാണോ? അല്ല, ശരിക്കും ഉണ്ട്. ശരിക്കുള്ള കാര്യം. അപ്പൊ ചെറുതായിട്ട് മാറ്റമുണ്ട്. ഇല്ല, എനർജി ലെവൽ എനർജി ലെവൽ കുറയുമെന്ന് വിചാരിക്കുന്നു അല്ലേ? അനുഭവിക്കുന്നില്ല. നമ്മളെല്ലാരും കാണണല്ലോ ഇത് പൊതുവെ, ഗേൾസ് ആയാലും ബോയ്സ് ആയാലും കാണുന്ന സംഭവമാണല്ലോ. റിസ്ക് അങ്ങനൊന്നുമില്ല. അപ്പൊ അങ്ങനെ ഒരു അത് കാണുന്നോണ്ട് വല്ല പ്രശ്നമൊന്നും ഇല്ലാന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇത് ഫ്യൂച്ചർ ലൈഫിനെ എഫക്ട് ചെയ്യാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഈ ഡിപ്രഷൻ ഒക്കെ വരാറുണ്ട്. कुछ नहीं बता सकते हैं आपको, हम डिप्रेशन में अभी हैं. कोचिंग में है, डिप्रेशन में है. അങ്ങനെ അധികം അങ്ങനെ കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടില്ല. കാണുന്ന ഒരാളൊന്നുമല്ല, സ്ഥിരം കാണുന്ന ഒരാളാണ്. ഇതിലൊരു അഡിക്ഷൻ ഉണ്ടല്ലോ. അഡിക്ഷൻ ഒന്നും ഇല്ല. സെക്ഷൽ ലൈഫ് ആയാലും മാരേജ് ആയാലും ഇത് കാണുന്നോണ്ട് വലിയ പ്രശ്നമൊന്നും ഇല്ലാന്ന് ഒരു കുഴപ്പമില്ല. അഡിക്ഷൻ ആവാൻ പാടില്ല. അഡിക്ഷൻ ആവുമ്പോൾ എന്തോ ഒരു ലിമിറ്റ് വരെ നല്ലതാണല്ലോ പറയുന്നത്. ലിമിറ്റ് കഴിഞ്ഞാൽ മോശമാണ്. ഇത് നിർത്താനുള്ള ഒരു കോഴ്സ് നമ്മൾ ചെയ്തു വരുന്നുണ്ട്. അപ്പൊ അതിലോട്ട് ജോയിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇത് നിർത്താനുള്ള വഴികൾ ഞങ്ങൾ പറഞ്ഞത്. അഡിക്റ്റല്ലേ, നോ ഫാബ് എന്നാണ്. ഓക്കെ, ഇതൊക്കെ ആവശ്യമാണ് അല്ലേ? അത്ര വലിയ പ്രശ്നമല്ല, നിർത്തേണ്ട ആവശ്യമില്ല. ആവശ്യമില്ല. ഓരോരുത്തർക്കും ഓരോ അഭിപ്രായങ്ങളാണ്. അപ്പൊ നിങ്ങൾക്ക് എങ്ങനെയാണ് ഫോൺ അഡിക്ഷൻ ലൈഫിൽ ബാധിച്ചിരിക്കുന്നത്? നമുക്ക് ഈ ഫോൺ അഡിക്ഷൻ മാറ്റിയെടുത്താലുള്ള ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തെ ബെനിഫിറ്റ് ലെസ് ആങ്സൈറ്റി. അതായത് എനിക്ക് ഒരുപാട് 20s-ലും 30s-ലും 40s-ലും ഒക്കെ ഉള്ള ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്. അപ്പോൾ അവരുടെയൊക്കെ ലൈഫിൽ പല സിറ്റുവേഷനിലും ഇതുപോലെ ആങ്ഷ്യസ് ആകാറുള്ളത് ഞാൻ കണ്ടിട്ടുണ്ട്. പല റിസർച്ചുകളിലും പറയുന്നുണ്ട് ഈ ഫോൺ അഡിക്റ്റ് ആയിട്ടുള്ള വ്യക്തികൾ പെട്ടെന്ന് ആങ്ഷ്യസ് ആകാറുണ്ടെന്നുള്ളത്. അപ്പോൾ ഒന്നാമതായി പറയുകയാണെങ്കിൽ ലെസ് ആങ്സൈറ്റി. ഫോൺ അഡിക്ഷൻ മാറ്റിയെടുക്കുന്ന പല ആളുകൾക്കും മൈൻഡിൽ ഒരു ക്ലാരിറ്റി കൊണ്ട് ആങ്സൈറ്റി ലെവൽ പലപ്പോഴും കുറയുന്നതായിട്ട് പല സ്റ്റഡീസിലും പറയുന്നുണ്ട്. ഓക്കെ, രണ്ടാമത്തെ പോയിന്റ് ഷാർപ്പർ മൈൻഡ്. നമുക്ക് ഒരു ക്ലാരിഫൈഡ് ആയിട്ടുള്ള ഒരു ടണൽ ഫോക്കസോടെ മുന്നോട്ട് പോകാനായിട്ട് നമ്മുടെ മൈൻഡിനെ ഒന്നുകൂടി ഷാർപ്പൻ ആക്കാൻ പറ്റും. അതായത് ഈ ഒരു ഫോൺ അഡിക്ഷനിലേക്ക് പോകുമ്പോൾ നമ്മൾ കൂടുതൽ സമയം ഇങ്ങനെയുള്ള ഒരു പ്ലഷറിലേക്ക് ചിന്തിച്ചുകൊണ്ടേയിരിക്കും. ആ ഒരു ഡോപ്പമിൻ സീക്കിങ് നമുക്ക് കിട്ടുന്നുണ്ട്. ആ ഒരു സമയത്തേക്ക് നമ്മുടെ മൈൻഡിന്റെ ഫോക്കസ് എന്നുള്ളത് അങ്ങോട്ട് പോവുകയും ഈ ഫോൺ അഡിക്ഷൻ മാറ്റിയെടുക്കുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മുടെ മൈൻഡ് ഷാർപ്പ് ആകാൻ തുടങ്ങുകയും ചെയ്യും. മൂന്നാമതായി പറയുന്നത് ഇൻക്രീസ് കോൺഫിഡൻസ്. നമ്മുടെ കോൺഫിഡൻസിനെ നമുക്ക് ഒന്നുകൂടി ഇംപ്രൂവ് ചെയ്യാൻ പറ്റും. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ കൊണ്ട് മാറ്റാൻ പറ്റില്ല എന്ന് പറയുന്ന ഒരു ശീലം ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മുടെ വിൽ പവർ ഇംപ്രൂവ് ആവും. നമ്മുടെ കോൺഫിഡൻസ് എന്നുള്ള നെക്സ്റ്റ് ലെവലിലേക്ക് മൂവ് ചെയ്യുന്നതാണ്. നാലാമതായി മോർ മോട്ടിവേഷൻ. നമുക്ക് ഒന്നുകൂടി മോട്ടിവേറ്റഡ് ആയിട്ട് ഫീൽ ചെയ്യാൻ തുടങ്ങി. കാര്യം പല ആൾക്കാരെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഫോൺ അഡിക്റ്റഡ് ആയിട്ടുള്ള ഒരു 100 പേരെ നോക്കിക്കോളും. അതല്ലാത്ത സമയത്ത് ഈ ഫോൺ അഡിക്ഷനൊക്കെ മാറ്റി ടോപ്പ് അപ്പ് ചലഞ്ച് ഒക്കെ ഫോളോ ചെയ്ത് സ്ട്രോങ് ആയിട്ട് പോകുന്ന ഒരു വ്യക്തിനെ നോക്കിക്കോളും. 100 പേരിൽ ആ ഒരാൾ ഡിഫറെന്റ് ആയിരിക്കും. അത് ഒരു പ്രോഗ്രാമിന് ചെന്ന് നിൽക്കുമ്പോൾ ആയിക്കോട്ടെ, ഒരു കല്യാണ പരിപാടിക്ക് ചെന്ന് നിൽക്കുമ്പോൾ ആയിക്കോട്ടെ, നിങ്ങൾ അവിടെ ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയായി മാറാൻ തുടങ്ങും. അത് നിങ്ങളെ ഉള്ളിൽ നിന്ന് മോട്ടിവേറ്റ് ചെയ്യാനായിട്ട് തുടങ്ങും. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഗ്രേറ്റ് വിൽ പവർ. ഇപ്പൊ എന്റെ എക്സ്പീരിയൻസിൽ നിന്ന് തന്നെ പറയുകയാണെങ്കിൽ, ഞാൻ ഈ ഒരു അഡിക്ഷൻ സ്റ്റോപ്പ് ചെയ്ത സമയത്ത് ഓട്ടോമാറ്റിക് ആയിട്ട് എന്റെ വിൽ പവർ ഇംപ്രൂവ് ആകാൻ തുടങ്ങി. എനിക്ക് ഒരിക്കലും പറ്റില്ല എന്ന് വിചാരിച്ചാണ് എനിക്ക് ഈ ചലഞ്ച് ഫോളോ ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ ഈ ഫോൺ അഡിക്ഷൻ മാറ്റാൻ പറ്റില്ല എന്നുള്ളത്. പക്ഷെ അത് സ്റ്റോപ്പ് ചെയ്ത സമയത്ത്
ഓട്ടോമാറ്റിക്കായിട്ട് എന്റെ ഉള്ളിൽ നിന്ന് കോൺഫിഡൻസ് ഇമ്പ്രൂവ് ആകുകയും എന്തൊരു കാര്യത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുകയും ചെയ്യും. അപ്പൊ എന്തൊരു കാര്യത്തെയും എനിക്ക് വേണ്ടാന്ന് വെക്കുന്ന കാര്യങ്ങൾ, എനിക്ക് വേണ്ടാന്നുള്ള കാര്യങ്ങളെ മാറ്റി നിർത്താൻ നമുക്ക് പറ്റും. അതുപോലെ തന്നെ ആവശ്യം നമ്മൾ സ്ഥിരമായി ചെയ്തുകൊണ്ടിരിക്കുന്ന പല കാര്യങ്ങളും വേണ്ടാന്ന് വെക്കാനും നമുക്ക് പറ്റും. നെക്സ്റ്റ് എന്ന് പറയുന്നത് ബെറ്റർ റിലേഷൻഷിപ്പ്. പല ഈ പോൺ അഡിക്റ്റഡ് ആയിട്ടുള്ള വ്യക്തികളും അവർക്ക് അവരുടെ ലൈഫിൽ പെൺകുട്ടികളോട് സംസാരിക്കുമ്പോഴൊക്കെ പല ഒരു ഗിൽറ്റി ഫീൽ വരിക, അല്ലെങ്കിൽ സോഷ്യൽ ആങ്സൈറ്റി വരിക. ഇതൊരു മെയിൻ ഫാക്ടറാണ്. അപ്പൊ നമ്മൾ ആരെയും കാണാതെ എന്തോ കാര്യം ഒളിച്ച് ചെയ്യുന്നുണ്ടെന്നുള്ളത് നമ്മുടെ സബ് കോൺഷ്യസ്ലി ആക്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. അത് നമ്മുടെ ഉള്ളിലെ മൈൻഡിൽ കിടക്കുകയും നമ്മൾ പുറത്ത് ആൾക്കാരോട് പോയി സംസാരിക്കുന്ന സമയത്ത് ഓട്ടോമാറ്റിക് ആയിട്ട് ഇത് നമ്മുടെ ഉള്ളിൽ വരികയും ചെയ്യും. അപ്പൊ നമ്മൾ ആങ്ഷ്യസ് ആകാൻ തുടങ്ങും, സോഷ്യൽ ആങ്സൈറ്റി എന്നുള്ള കാര്യം നമുക്ക് വരും. അപ്പൊ നമുക്ക് നല്ല രീതിയിൽ ആ ഒരു റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യാൻ പറ്റില്ല. ഈവൻ ദോ പെൺകുട്ടികളോടാണെങ്കിലും ആൺകുട്ടികളാണെങ്കിലും ഒരു ക്രൗഡിനിടയിൽ പോയി നിന്ന് സംസാരിക്കാനാണെങ്കിലും ഇത് നമ്മളെ ആങ്സൈറ്റിയിലേക്ക് വീണ്ടും കൊണ്ടുപോകും. പിന്നെ ഏഴാമതായിട്ട് പറയുന്ന പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മോർ പ്ലഷർ, ഓരോ ദിവസവും നല്ല ഹാപ്പി ആയിട്ട് ഫീൽ ചെയ്യാൻ തുടങ്ങും. കാര്യം ഓരോ ദിവസവും നമുക്ക് ഇംപ്രൂവ്മെന്റ്സ് വന്നുകൊണ്ടേ ഇരിക്കുകയാണ്. നമ്മൾ ഈ പോൺ അഡിക്ഷൻ മാറ്റി മുന്നോട്ട് പോകുന്ന സമയത്ത് നമ്മുടെ ഉള്ളിലെ ഹാപ്പിനെസ് എന്നുള്ളത് ജനറേറ്റ് ആയിക്കൊണ്ടേ ഇരിക്കുകയാണ്. നമ്മൾ ഓരോ കാര്യത്തിലും നമ്മുടെ ഗോൾസിലേക്ക് കാണാൻ ഫോക്കസ്ഡ് ആകാൻ തുടങ്ങുമ്പോൾ, നമ്മൾ അതിനെ ഫോളോ ചെയ്യാൻ തുടങ്ങുമ്പോൾ നമ്മൾ ഓരോ ദിവസം നമ്മുടെ സ്കില്ലിനെ ഇംപ്രൂവ് ചെയ്തുകൊണ്ടേയിരിക്കും. നമ്മൾ പഠിക്കാൻ വേണ്ടിയിട്ട് തയ്യാറാവും. അങ്ങനെ നമ്മൾ നോളജ് ഇംപ്രൂവ് ആയിക്കൊണ്ടേയിരിക്കും. ആ ഇംപ്രൂവ്മെന്റ്സ് നമുക്ക് മോർ ഹാപ്പിനെസ് തരും. ഓക്കെ, എനിക്ക് എന്റെ കഴിവുകൾ ഇംപ്രൂവ് ആയിക്കൊണ്ടിരിക്കുകയാണ്, ഞാൻ എന്ന വ്യക്തി ഒന്നുകൂടി ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വരുന്ന സമയത്ത് ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മുടെ ഉള്ളിൽ ഒരു വേറെ ഫീല് തന്നെ ജനറേറ്റ് ആവും. ഇത് എത്ര ശ്രമിച്ചിട്ടും നിങ്ങളെ കൊണ്ട് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഒരു സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഒന്നുകൂടി ഈസി ആവും. ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നിങ്ങൾ ഒറ്റയ്ക്ക് ഒരു യുദ്ധം ചെയ്യുന്നതും ഒരുമിച്ച് ഒരു പടയോടെ യുദ്ധം ചെയ്യുന്നതും തമ്മിൽ നല്ല വ്യത്യാസം ഉണ്ടല്ലേ. ഇപ്പൊ ഇവിടെ നമ്മൾ സുപ്പീർമെൻ ബിൽഡിങ്ങിൽ ചെയ്യുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡയറക്റ്റ് നിങ്ങൾക്ക് ഒരു 100 days പേഴ്സണൽ മെന്റർഷിപ്പ് ആണ് തരുന്നത്. അത് ഒരു കൗൺസിലർ ആയിട്ടുള്ള വ്യക്തി നിങ്ങളുടെ ഇപ്പോഴത്തെ എക്സാക്റ്റ് ആയിട്ട് ഫേസ് ചെയ്യുന്ന ഇഷ്യൂ എന്താണെന്ന് മനസ്സിലാക്കി. ചിലവരൊക്കെ ഈ സ്ട്രെസ്സിൽ നിന്നൊക്കെ മാറാൻ വേണ്ടിയിട്ടാണ് ഈ പോൺ അഡിക്ഷനിലേക്ക് കൂടുതലായിട്ട് പോകുന്നത്. പക്ഷെ ആ ഒരു ഡോക്യുമെന്റ് സീക്ക് ചെയ്യാൻ തുടങ്ങുമ്പോൾ അതൊരു അഡിക്ഷൻ ആയിട്ട് മാറിയിട്ട് അതിലേക്ക് ഇൻവോൾവ് ആകാൻ തുടങ്ങും. അങ്ങനെ അവരുടെ മൈൻഡ് സെറ്റ് ടോട്ടലി ഒന്നുകൂടി ഡാമേജ്ഡ് ആവുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു കൗൺസിലർ നിങ്ങളെ കൃത്യമായിട്ട് 100 days സപ്പോർട്ട് ചെയ്ത് ഏതൊരു ലെവലിലോട്ടാണ് നിങ്ങൾക്ക് ഡെവലപ്പ് ആവേണ്ടത് ആ രീതിയിലായിരിക്കും നമ്മൾ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടാവുക. അടുത്തൊരു 100 days നിങ്ങളുടെ കൂടെ നിന്ന് ഒരു പേഴ്സണൽ മെന്റർ സപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരിക്കും. പിന്നെ ലൈഫിൽ നിങ്ങളെ ഇംപ്രൂവ് ചെയ്യാനായിട്ട് പല ലൈഫ് കോച്ചിങ് സെഷൻസ് നമ്മൾ തരുന്നുണ്ട്. അതിനൊപ്പം തന്നെ മെഡിറ്റേഷൻ, അഫർമേഷൻ പോലുള്ള എക്സസൈസുകൾ നിങ്ങൾക്ക് തരുന്നുണ്ട്. അങ്ങനെ പല നല്ല ശീലങ്ങൾ തുടങ്ങിയെടുത്താണ് നമ്മൾ ഈ ഒരു ദുശീലത്തെ മാറ്റിയെടുക്കുന്നത്. പിന്നെ ഈ ഒരു പ്രോഗ്രാമിനെ കുറിച്ച് പറയുമ്പോൾ ഇതൊരു പെയ്ഡ് പ്രോഗ്രാം തന്നെയാണ്. നമുക്ക് വേണ്ടി ഒരാൾ സപ്പോർട്ട് ചെയ്യുമ്പോൾ അതിന് അതിൻ്റെതായ ഒരു സർവീസ് ചാർജ് എന്നുള്ള വരുന്നുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് നമ്മുടെ ടീമിന്റെ നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട്, അതിലേക്ക് കണക്ട് ചെയ്തോളൂ. നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് നമ്മുടെ ടീമിന്റെ നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട്, അതിലേക്ക് മെസ്സേജ് ചെയ്യുക.